ഗോൾഡിലുള്ള അപ്പ് ആൻഡ് ഡൗൺ പോലെ അല്ല. ഗോൾഡിലുള്ള അപ്പ് ആൻഡ് ഡൗൺ, ഗോൾഡ് നമ്മുടെ റിസർവായിട്ടും അസറ്റായിട്ടുമാണ് കീപ്പ് ചെയ്യുന്നതെങ്കിൽ സിൽവർ നമ്മൾ യൂസ് ചെയ്യുന്നത് പല ഇൻഡസ്ട്രീസിൻ്റെയും കമ്പോണൻ്റ് ആയിട്ടാണ് സിൽവർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ 1,00,000 രൂപ ലംസമായിട്ട് മാർക്കറ്റിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതിനേക്കാളും നമുക്ക് കുറച്ചുകൂടി അഡ്വാൻറ്റേജ് ഈ 1,00,000 രൂപ സ്പ്രെഡ് ചെയ്ത് 1-2 മാസം കൊണ്ട് നമ്മൾ ഇക്വിറ്റി മാർക്കറ്റിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി അഡ്വാൻറ്റേജ്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി യൂണിറ്റും കിട്ടും, മാർക്കറ്റ് വോളറ്റൈലിറ്റി നമ്മളൊന്ന് ബാധിക്കാതെയും ഇരിക്കും. ഫിനാൻഷ്യൽ മാർക്കറ്റിനെ ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോഴും പല ആൾക്കാരും എന്നെ വിളിച്ച് ചോദിക്കുന്നുണ്ട്, ഇത് സത്യമാണോ, ഞാൻ ഇട്ട ആൾക്കാരുണ്ട്, എനിക്കറിയാം. അപ്പോൾ ഇത് നോർമൽ കേസിൽ നമ്മൾക്ക് എന്താണോ അബ്നോർമൽ റിട്ടേൺ ഒരാൾ പ്രോമിസ് ചെയ്യുന്നത്, അതായത് നമ്മളിപ്പോൾ മുസ്ലിം സഹോദരന്മാർക്ക് അവർക്ക് ഈ ഇൻട്രസ്റ്റ് അവർക്ക് ഹറാമാണ്, പിന്നെ അതുമാതിരി തന്നെ ആൽക്കഹോൾ കമ്പനീസ് അവർക്ക് ഹറാമാണ്. അങ്ങനെയുള്ള കുറേ കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യാത്ത മ്യൂച്വൽ ഫണ്ട്സ് ഉണ്ട്. അത് ശരിയ കംപ്ലൈൻറ്റ് വരുന്ന മ്യൂച്വൽ ഫണ്ട്സുകളാണ്. സാർ, അപ്പോൾ നമ്മൾ സംസാരിച്ചു വളരെ സീരിയസ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ്. അപ്പം നമ്മൾ അടുത്ത 2ാമത്തെ എപ്പിസോഡിലേക്ക് നമ്മൾ കടക്കുകയാണ്. അതുപോലെ ഇപ്പം ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ മാർക്കറ്റിലുള്ള പ്രൈസ് ഹൈക്ക്, നമ്മുടെ ഡെയിലി എക്സ്പെൻസസ് കൂടുന്നു. അതുപോലെ ഈ ഫിനാൻസ് എന്ന് പറയുമ്പോൾ ഒരു സമയത്ത് ചിലപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് പിടിവിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് പിടിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ശ്രമകരമായിട്ടുള്ളൊരു സിറ്റുവേഷനാണ്. അപ്പം ഈ പുതുതായി ഒരു പഠനമൊക്കെ കഴിഞ്ഞ് ജോലിക്ക് കയറുന്ന ഒരു യൂത്ത് ഒരു വലിയൊരു കാറ്റഗറി ഉണ്ടാവും. എല്ലാ വർഷവും പുതിയ ജോലി തേടി കയറുന്ന ആൾക്കാരുണ്ടാവും. അപ്പം അവർക്ക് ഇനിഷ്യലി പ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് അഡ്വൈസ് എന്തായിരിക്കും? അവരുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഇനിഷ്യലി തന്നെ കീപ്പ് ചെയ്ത്, ഇപ്പം നല്ലൊരു പാക്കേജൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഹാഷ് ബുഷ് ആവാനൊക്കെ ഉള്ളൊരു ഓപ്പർച്യൂണിറ്റി ഓപ്പൺ ആണ്. അപ്പം അവർക്ക് ബേസിക്കലി കീപ്പ് ചെയ്യാൻ പറ്റുന്നൊരു നല്ലൊരു അഡ്വൈസ് പ്ലാൻ എന്തായിരിക്കും? അത് ഞാൻ പറയാം. കാരണം വെച്ചാൽ നമ്മളെപ്പോഴും നമ്മുടെ ഇൻകത്തിനനുസരിച്ചായിരിക്കും നമ്മുടെ എക്സ്പെൻസ്. നമുക്കൊരു ഇൻകം വന്നു, 10,000 രൂപ ഇൻകം വന്നു, അതനുസരിച്ച് നമ്മുടെ എക്സ്പെൻസും അതനുസരിച്ച് കൂടിക്കൊണ്ടിരിക്കും. പെട്ടെന്ന് നമ്മുടെ ഇൻകം 15,000 അല്ല അല്ലെങ്കിൽ 20,000 കൂടി, നമ്മുടെ എക്സ്പെൻസ് പെട്ടെന്ന് അതനുസരിച്ച് അതിനോട് കൂടി. നമ്മൾ ഒരിക്കൽ നമ്മുടെ ജീവിതശൈലി ആ ഒരു ലെവലിലോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ താഴേക്ക് പോകാൻ ഭയങ്കര പാടാണ്. അപ്പോൾ ഇപ്പോൾ ഇനിഷ്യലി ഒരു കുട്ടി പഠിച്ച് പാസ്സായി വന്ന ഒരാൾ, അവൻ ആദ്യമേ അവൻ്റെ എക്സ്പെൻസ് കട്ട് ചെയ്യാൻ അറിയാമെന്നുണ്ടെങ്കിൽ രക്ഷപ്പെട്ടു എന്നാണ് അർത്ഥം. മനസ്സിലായി? അപ്പോൾ നമുക്ക് നമ്മുടെ പിള്ളേരുണ്ട്, ഇപ്പോഴേ അവരിൽ സേവിങ്സ് മെൻറ്റാലിറ്റി വളർത്തണം. ഇപ്പോൾ 100 രൂപ അവന് പോക്കറ്റ് മണി കിട്ടിയാൽ അതിലൊരു 10 രൂപയെങ്കിലും അവന് സേവ് ചെയ്യാനുള്ളൊരു മെൻറ്റാലിറ്റി. ആ 10 രൂപ നീ എവിടെയെങ്കിലും കൊണ്ടുവയ്ക്കുക, അല്ലെങ്കിൽ ബാങ്കിലിടുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ കൊടുക്കുക വെച്ചിട്ട് അതിനകത്ത് ഇടുക എന്നുള്ളൊരു സേവിങ്സ് മെൻറ്റാലിറ്റി അവനിൽ വളർത്തിയാൽ, ഇപ്പോൾ സപ്പോസ് ഒരാൾക്ക് IT ജോലി കിട്ടി, ഇത്രയും കാലം എക്സ്പെൻസ് ഭയങ്കരമായിട്ട് അച്ഛനും അമ്മയും വളർത്തിയ കുട്ടിയാണ്. അപ്പോൾ നേരെ IT ജോലി കിട്ടി, അവന് 1,00,000 രൂപ സാലറി കിട്ടി ഒരു മാസം. അവൻ ആദ്യം ചെയ്യാന്ന് വെച്ചാൽ ഒരു ഐഫോൺ വാങ്ങിക്കും, പിന്നെ ഒരു കാർ വാങ്ങിക്കും. അപ്പോൾ ഇപ്പം തന്നെ ഏകദേശം 1,00,000 രൂപ അവന് കിട്ടിയ സാധനം തന്നെ ഇപ്പോൾ അതിന് 2,00,000 രൂപയുടെ എക്സ്പെൻസ് ആയിട്ടുണ്ട്. അപ്പോൾ അവന് ഈ EMI കവർ ചെയ്ത് പോകണം. പക്ഷേ ഇവൻ അതുപോലെ തന്നെ ഇവന് ഐഫോണും കാറും എല്ലാം വാങ്ങാം. പക്ഷേ അതിന് കുറച്ച് ടൈം കൊടുത്ത് വാങ്ങിച്ചാൽ, അതായത് നമ്മൾ ആ 1,00,000 രൂപയിൽ ഒരു 10,000 രൂപ അല്ലെങ്കിൽ 20,000 രൂപ സേവ് ചെയ്ത് പോയിട്ട് ചെറിയൊരു EMI ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെ വാങ്ങിച്ചു കഴിഞ്ഞാൽ അവന് സേവിങ്സ് മെൻറ്റാലിറ്റി വരും. അതുകൊണ്ട് പിള്ളേരെ ആദ്യമേ നമ്മൾ പഠിപ്പിക്കാനുള്ളത് ഈ കാശ്, നമുക്കൊരു 100 രൂപ പോക്കറ്റ് മണി അല്ലെങ്കിൽ 1000 രൂപ പോക്കറ്റ് മണി കിട്ടിയാൽ അതിനകത്ത് എങ്ങനെ നിങ്ങൾ കുറച്ചെങ്കിലും സേവ് ചെയ്യാം എന്നുള്ളൊരു ഓപ്ഷൻ അവരെ പഠിപ്പിച്ചാൽ രക്ഷപ്പെടും. ഓക്കെ. അതുപോലെ നമ്മുടെ എക്കണോമിയെ കാര്യമായി സപ്പോർട്ട് ചെയ്യുന്ന ഒരു സെക്ടറാണ് ഒരു മീഡിയം ലെവൽ എൻ്റർപ്രൈസസ്. ചെറുകിട വ്യവസായങ്ങൾ തൊട്ട് നടക്കുന്നത്. അപ്പം അവർ പലപ്പോഴും ഈ ഫിനാൻഷ്യൽ ക്രൈസിസിൽ പെട്ടെന്ന് പെട്ടുപോവുകയും അതിൽ നിന്ന് പെട്ടെന്ന് റിക്കവർ ചെയ്യാനുള്ളൊരു എന്താ പറയുക എഫേർട്ട് കൂടുതൽ എടുക്കുകയും ചെയ്യുന്ന ഒരു കാറ്റഗറിയാണ്. അപ്പം അങ്ങനെ ഒരു മീഡിയം എൻ്റർപ്രൈസസ് നടത്തുന്ന കാറ്റഗറിയുള്ള അവർക്ക് എന്തായിരിക്കും നല്ലൊരു ഫിനാൻഷ്യൽ? ഇങ്ങനെയുള്ള ഒരുപാട് കസ്റ്റമേഴ്സ് എനിക്കുണ്ട്. മീഡിയം ആൻഡ് സ്മോൾ സ്കെയിൽ എൻ്റർപ്രൈസസ് നടത്തുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്ക് മെയിനായിട്ട് പറയാനുള്ളത് കണ്ടിജൻസി ഫണ്ട് കീപ്പ് ചെയ്യുക. ഇപ്പോൾ ഒരു SME നടത്തുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരൻ്റെ എംപ്ലോയിക്ക് സാലറി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള അറ്റ്ലീസ്റ്റ് 4 മാസത്തെ സാലറി എങ്കിലും കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കണ്ടിജൻസി ഫണ്ട് അവർ കീപ്പ് ചെയ്യുക ആദ്യം. പിന്നെ വേറെ ഒരുപാട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഓപ്ഷൻസ് ഉണ്ട്.
ലോണും കാര്യങ്ങളും ഇത് സബ്സിഡിയുള്ള ലോണുകൾ അതപ്പോൾ അങ്ങനെയുള്ള ഓപ്ഷൻസൊക്കെ അവർ കണ്ടുപിടിച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത്. നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ്സിൻ്റെ ഡീറ്റെയിൽസ് ആയതുകൊണ്ട് എനിക്ക് ഇങ്ങനെ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയാൻ അറിയില്ല. പക്ഷെ എന്നാലും എനിക്കിതുമാതിരി കുറേ കസ്റ്റമേഴ്സ് ഉണ്ട്. അവരുടെ അടുത്ത് പറയുന്ന കാര്യം എന്ന് വെച്ചാൽ അവരൊരു കണ്ടിജൻസി ഫണ്ട് അറ്റ്ലീസ്റ്റ് അപ്പോൾ അവരുടെ നെറ്റ്വർത്ത് ഒരു 25 lakhs ആണ്, അല്ലെങ്കിൽ 50 lakhs ഒരു കോടി ആണെങ്കിൽ അവരൊരു 25 to 50 lakhs എങ്കിലും ഒരു കണ്ടിജൻസി ഫണ്ടായിട്ട് എപ്പോഴും കീപ്പ് ചെയ്യുക. അത് ഈ പറഞ്ഞ മാതിരി ലിക്വിഡ് ഫണ്ടിലോ അല്ലെങ്കിൽ ഡെറ്റ് ഫണ്ടുകളിലോ ഇട്ട് വെച്ചിരുന്നാൽ അതിനനുസരിച്ചുള്ള റിട്ടേൺസും അവർക്ക് കിട്ടും. ഇപ്പം SME റൺ ചെയ്യുന്ന ഒരു ഓൺട്രപ്രണർ അയാളെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ പോലെ ഒരു കണ്ടിജൻസി ഫണ്ട് ചിലപ്പോൾ ഇല്ലായിരിക്കാം, ഉണ്ടായിരിക്കാം. അപ്പം അവർക്ക് കീപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ എന്തായിരിക്കും? അവർക്ക് റൺ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു, അതായത് ഈ പറഞ്ഞ പോലെ കണ്ടിജൻസി ഫണ്ട് ചിലപ്പോൾ കീപ്പ് ചെയ്യാൻ പറ്റാതെ വരികയും എന്നാൽ ഒരു എമർജൻസി സമയത്ത് യൂസ് ചെയ്യാൻ പറ്റുകയും ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ എന്തായിരിക്കും? നോർമലി SMEകളെല്ലാം നമ്മുടെ കറണ്ട് അക്കൗണ്ടും അതെല്ലാം കീപ്പ് ചെയ്യാറുണ്ട്. അവർ കറണ്ട് അക്കൗണ്ടിൽ നിന്നൊക്കെ ഓവർ ഡ്രാഫ്റ്റാണ് നോർമലി എടുക്കുന്നത്. അവർക്ക് ഈ ഓപ്ഷൻസേ ഉള്ളൂ. കാരണം നമുക്കൊരു കണ്ടിജൻസി ഫണ്ട് സ്ലോലി ബിൽഡ് ചെയ്താൽ മതി. നമ്മളിപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് അതിനകത്തൊരു വലിയ കോർപ്പസ് ഉണ്ടാക്കാന്നല്ല പറയണത്. അവരെല്ലാ മാസവും ഒരു ചെറിയ എമൗണ്ട് ഈ ഇങ്ങനെയുള്ള ലിക്വിഡോ ഡെറ്റ് ഫണ്ടിലോ കീപ്പ് ചെയ്ത് ഒരു വലിയ കോർപ്പസ് ആക്കി വെച്ച് ആ കോർപ്പസ് അവിടെ കീപ്പ് ചെയ്യാം. പിന്നെ അവർക്ക് പാരലലി അവർക്ക് കുറച്ചുകൂടെ റിസ്ക് എടുത്ത് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട്സുകളിലും സെക്ടർ ഫണ്ടുകളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് പോകാം. പിന്നെ അതുപോലെ തന്നെ അവർക്ക് FDയും ബാക്കിയുള്ള കാര്യങ്ങളും കീപ്പ് ചെയ്യണം. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ ഓപ്ഷൻസ് ഒന്നും ഇല്ല അവർക്ക്. അപ്പം ഈ സ്വർണത്തിൻ്റെ വിലയും ഇങ്ങനെ കാര്യമായി കയറി പോകുന്നുണ്ട്. അപ്പം ഗോൾഡ് ഇപ്പോൾ ഒരു നല്ലൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആണോ? ഗോൾഡ് എപ്പോഴും ഒരു നല്ല ഇൻവെസ്റ്റ്മെൻറ്റ്. ഞാൻ പറഞ്ഞില്ലേ, ഗോൾഡിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ അത് യൂണിവേഴ്സൽ അസറ്റാണ്. നമ്മുടെ ഗോൾഡ് നമ്മൾ വാങ്ങിച്ചു വയ്ക്കുകയെന്ന് വെച്ചാൽ അത് അസറ്റാണ്. അപ്പോൾ നമ്മൾ സാധാരണ ഒരു കാർ വാങ്ങിക്കും പോലെ അല്ല. ഗോൾഡ് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് യൂണിവേഴ്സിൽ എവിടെ പോയാലും അത് സെല് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് അസറ്റാണ്. എല്ലാ റിസർവ് ബാങ്കുകളുടെയും റിസർവ് എന്ന് പറയുന്നത് ഗോൾഡാണ്. അപ്പോൾ ഇന്ത്യയുടെ റിസർവ് ഗോൾഡാണ്. അപ്പോൾ എല്ലാ കൺട്രിയുടെയും റിസർവ് ഗോൾഡ് ആയതുകൊണ്ട് ഗോൾഡ് എപ്പോഴും ഒരു അസറ്റ് ക്ലാസ് ആയിട്ട് നമുക്ക് കീപ്പ് ചെയ്യാമെന്നുള്ളൊരു ഓപ്ഷനാണ്. പക്ഷേ സിൽവറും അതുപോലെ ഇപ്പോൾ കയറി വരുന്നുണ്ട്. പക്ഷേ സിൽവർ ഒന്നും എൻ്റെ മാത്രം അഭിപ്രായമല്ല, പല ഫിനാൻഷ്യൽ എക്സ്പേർട്സുകളും പറയുന്നത് സിൽവർ അങ്ങനെ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. സിൽവർ ഇതിന് മുമ്പ് ഇതുമാതിരി കയറിയിട്ടുണ്ട്, തിരിച്ച് താഴോട്ട് പോയിട്ടുണ്ട്. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് സിൽവർ ഭയങ്കരമായിട്ട് കയറി തിരിച്ച് താഴോട്ട് പോയി. ഇപ്പോൾ വീണ്ടും 2 ദിവസം കൊണ്ട് സിൽവർ തിരിച്ച് കയറുന്നുണ്ട്. അതിപ്പോൾ ഗോൾഡിലും ഉണ്ടല്ലോ ഒരു അപ്പ് ആൻഡ് ഡൗൺ. ഗോൾഡിലുള്ള അപ്പ് ആൻഡ് ഡൗൺ പോലെ അല്ല. ഗോൾഡിലുള്ള അപ്പ് ആൻഡ് ഡൗൺ, ഗോൾഡ് നമ്മൾ റിസർവായിട്ടും അസറ്റായിട്ടുമാണ് കീപ്പ് ചെയ്യുന്നതെങ്കിൽ സിൽവർ നമ്മൾ യൂസ് ചെയ്യുന്നത് പല ഇൻഡസ്ട്രീസിൻ്റെയും കമ്പോണൻ്റ് ആയിട്ടാണ് സിൽവർ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ബാറ്ററി മാനുഫാക്ചറിങ് അങ്ങനെ പല ഇൻഡസ്ട്രീസിൻ്റെയും കമ്പോണൻ്റ് ആയിട്ടാണ് സിൽവർ യൂസ് ചെയ്യുന്നത്. പക്ഷേ അത് ഇപ്പോൾ തന്നെ നോക്കിയാൽ സിൽവറിൻ്റെ പ്രൈസും ആക്ച്വൽ സിൽവറിൻ്റെ പ്രൈസും ഇപ്പോൾ മാർക്കറ്റിലുള്ള സിൽവറിൻ്റെ പ്രൈസും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. ആക്ച്വൽ സിൽവറിൻ്റെ പ്രൈസ് അത്രയില്ല. അപ്പോൾ മാർക്കറ്റിൽ വെറുതെ ഓവർ വാല്യൂഡ് ആയിട്ടാണ് നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് റീസെല് ചെയ്യുമ്പം ലോസ് വരാനുള്ള സാധ്യത ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ മ്യൂച്വൽ ഫണ്ട് അതുപോലെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സിൽ പറയുകയാണെങ്കിൽ ഒരു സേഫ് ആയിട്ട് എന്നാണ് പറയുന്നത്, സേഫ് എന്നല്ല പറയുന്നാലും സേഫ് ആയിട്ടൊരു ഒരു 3 ഇൻവെസ്റ്റ്മെൻറ്റ് ഏതിലൊക്കെ ആയിരിക്കും? മ്യൂച്വൽ ഫണ്ട്സിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ സേഫ്റ്റി എന്നൊരു കാര്യം ഇല്ല എന്ന് നമുക്ക് പറയാമല്ലോ. മാർക്കറ്റ് സബ്ജക്റ്റ് ടു മാർക്കറ്റ് റിസ്ക് ആണ്. പക്ഷേ ഈവൻ നമുക്ക് ഷോർട്ട് ടേം മണി അല്ല, ലോങ് ടേം ആണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് സേഫാണ്. മ്യൂച്വൽ ഫണ്ട്സ് എല്ലാം തന്നെ സേഫാണ്. ഈ മ്യൂച്വൽ ഫണ്ട്സുകളിൽ തന്നെ പല ടൈപ്പ് ഫണ്ടുകളുണ്ട്. ഒന്ന് ഡെറ്റ് ഫണ്ട്, ഇക്വിറ്റി ഫണ്ട്. ഈ ഇക്വിറ്റി ഫണ്ടിൽ തന്നെ ഇപ്പോൾ ഡെറ്റ് ഫണ്ട് എന്ന് വെച്ചാൽ ഏകദേശം ഈ പറഞ്ഞ മാതിരി സേഫ് ആയിട്ടുള്ള ഒരു നമ്മുടെ ബാങ്കിലിടും മാതിരിയേ ഉള്ളൂ. ബാങ്കിലിടുന്ന 6% ആണെങ്കിൽ 6%, ബാങ്ക് ഇൻട്രസ്റ്റിനേക്കാളും ഒരു അല്പം ചിലപ്പോൾ കൂടുതൽ കിട്ടും. അതാണ് ഡെറ്റ് ഫണ്ടുകൾ. പക്ഷേ ലിക്വിഡിറ്റി ഹൈ ആണ്. നമുക്ക് ബാങ്കിൽ FD ഇട്ടാൽ 1 വർഷം കഴിഞ്ഞ് ബ്രേക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിൽ നമുക്ക് നാളെ തന്നെ ബ്രേക്ക് ചെയ്ത് നമുക്ക് എടുത്തിട്ട് പോകാം. അതുമാതിരി തന്നെയാണ് ഇക്വിറ്റി ഫണ്ടുകൾ. ഈ ഇക്വിറ്റി ഫണ്ടിൽ പല ടൈപ്പ് ഫണ്ടുകളുണ്ട്. പല ടൈപ്പ് വെച്ചാൽ അവർ സെബി കുറേ കാറ്റഗറീസ് ചെയ്തിട്ടുണ്ട്. അതായത് ലാർജ് ക്യാപ് കാറ്റഗറി, വലിയ കമ്പനികളുടെ ഷെയറിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്ത് പോകുന്ന ഫണ്ടുകളെയാണ് ലാർജ് ക്യാപ് ഫണ്ട് എന്ന് പറയുന്നത്. പിന്നെ മിഡ് ക്യാപ് കാറ്റഗറി, അതായത് മീഡിയം ടൈപ്പുള്ള ഇൻഡസ്ട്രികളിലെ കമ്പനികളുടെ ഷെയറിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്ത് പോകുന്നതിന് മിഡ് ക്യാപ് കാറ്റഗറി എന്ന് പറയും. പിന്നെ ഉള്ളത് സ്മോൾ ക്യാപ്പാണ്. ചെറിയ കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്ത് പോകുന്ന കമ്പനികളെയാണ് സ്മോൾ ക്യാപ് ഫണ്ട് എന്ന് പറയുന്നത്. ഇതിൽ സ്മോൾ ക്യാപ്പ് ഹൈ റിസ്ക് ഹൈ റിട്ടേൺ, മിഡ് ക്യാപ്പ് മീഡിയം റിട്ടേൺ മീഡിയം റിസ്ക്, ലാർജ് ക്യാപ്പ് റിസ്ക് കുറവാണെന്നാണ് വൈപ്പ്, റിസ്ക് കുറവ് റിട്ടേൺസും കുറവായിരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു റിസഷൻ അല്ലെങ്കിൽ വാർ സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ നോർമലി ആൾക്കാർ ചൂസ് ചെയ്യുന്നത് ലാർജ് ക്യാപ്പ് ഫണ്ടുകളായിരിക്കും. ലാർജ് ക്യാപ്പ് ഫണ്ടുകൾ ഇങ്ങനത്തെ ഡെറ്റ് ഫണ്ടുകളായിരിക്കും ചൂസ് ചെയ്യുന്നത്. അതിനകത്ത് തന്നെ ലംസമായിട്ട് ഒരു എമൗണ്ട് കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാതെ, ഇപ്പോൾ നമുക്ക് മാർക്കറ്റ് എപ്പോഴും വോളറ്റൈലായിരിക്കും.
അപ്പോൾ നമ്മളൊരു എമൗണ്ട്, നമ്മളിപ്പോൾ ഒരു 1,00,000 രൂപ നമ്മുടെ കയ്യിലുണ്ട്, നമ്മളത് ഇൻവെസ്റ്റ് ചെയ്യണം. സപ്പോസ് ഒരു 10 വർഷത്തേക്ക് വേണ്ടിയിട്ടായിരിക്കും ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ലോങ് ടേം ആയാലും ഷോർട്ട് ടേം ആയാലും നമ്മുടെ ഈ 1,00,000 രൂപ ഇന്നത്തെ മാർക്കറ്റിൽ തന്നെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് പകരം നമ്മൾ അതിനെ ഒന്നുകിൽ ബാങ്കിൽ കീപ്പ് ചെയ്യും, അല്ലെങ്കിൽ ലിക്വിഡ് ഫണ്ടുകളിൽ കീപ്പ് ചെയ്യും. അപ്പോൾ അതിന് ലിക്വിഡ് ഫണ്ട് കീപ്പ് ചെയ്യുന്ന വെച്ചാൽ അഡ്വാൻറ്റേജ് വെച്ചാൽ അതിന് 6% റിട്ടേൺസ് വന്നുകൊണ്ടിരിക്കും. എന്നിട്ട് ഇതിൽ നിന്ന് സ്ലോലി നമ്മൾ ഇക്വിറ്റിയിലോട്ട് ചാനലൈസ് ചെയ്യും. STP എന്ന് പറയും, സിസ്റ്റമാറ്റിക് ട്രാൻസ്ഫർ പ്ലാൻ എന്ന് പറയും. മറ്റേ ബാങ്കിലാണ് കീപ്പ് ചെയ്യുന്നതെങ്കിൽ SIP എന്ന് പറയും, സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ എന്ന് പറയും. അപ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഇന്ന് മാർക്കറ്റ് ഇപ്പം 84,000 ആയി. അപ്പോൾ ഇതിൻ്റെ ഇന്നത്തെ വാല്യൂ NAV എന്നാണ്, നെറ്റ് അസറ്റ് വാല്യൂ എന്നാണ് പറയുന്നത്. ഇന്നത്തെ NAV അതിന് 10 രൂപ ആയിരുന്നെങ്കിൽ നാളെ മാർക്കറ്റ് താഴെ വരുമ്പോൾ ചിലപ്പോൾ 9.8 9.7 ആയിരിക്കും. അപ്പോൾ നമ്മൾ കൂടുതൽ യൂണിറ്റ് നമുക്ക് അക്യൂമുലേറ്റ് ചെയ്യാൻ പറ്റും. മനസ്സിലായില്ലേ? അപ്പോൾ 1,00,000 രൂപ ലംസമായിട്ട് മാർക്കറ്റിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതിനേക്കാളും നമുക്ക് കുറച്ചുകൂടി അഡ്വാൻറ്റേജ് ഈ 1,00,000 രൂപ സ്പ്രെഡ് ചെയ്ത് 1-2 മാസം കൊണ്ട് നമ്മൾ ഇക്വിറ്റി മാർക്കറ്റിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി അഡ്വാൻറ്റേജ്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി യൂണിറ്റും കിട്ടും, മാർക്കറ്റ് വോളറ്റൈലിറ്റി നമ്മളൊന്നും ബാധിക്കാതെയും ഇരിക്കും. SIP നോർമലി SIP ചെയ്യുന്നത് വേറെ കാര്യം. ഇപ്പം ചില ആൾക്കാരുടെ കയ്യിൽ ലംസമായിട്ടൊരു എമൗണ്ട് ആണ്, അത് അവർ ഇന്ന് എടുത്ത് മാർക്കറ്റ് ഡൗൺ ആണോ എന്നൊക്കെ ചോദിക്കും. നമുക്ക് ഇന്ന് മാർക്കറ്റ് ഡൗൺ ആണ് കൊണ്ടിടാൻ പറഞ്ഞാൽ ചിലപ്പോൾ നാളെ വീണ്ടും മാർക്കറ്റ് ഡൗൺ ആവാം, നാളെ താഴെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ അതെ, വീണ്ടും അത് തിരിച്ച് കയറി വരും എന്നുള്ളൊരു ചിന്തയിലാണ് നമ്മൾ പറയുന്നത്. ഇത് ഫിനാൻഷ്യൽ മാർക്കറ്റിനെ ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. നമുക്കൊരിക്കലും നമ്മൾ ഈ 100% ഇത് ഇങ്ങനെ വരും എന്ന് നമുക്ക് ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഹൈ റിസ്ക് എപ്പോഴും ഉള്ളതാണ്. അപ്പോൾ നമ്മൾ അതനുസരിച്ചിട്ടായിട്ട് വേണം. പിന്നെ നമ്മൾ നോക്കാനുള്ളതെന്ന് വെച്ചാൽ ഓരോരുത്തരുടെ റിക്വയർമെൻറ്റ് അനുസരിച്ചായിരിക്കാം നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ ചെയ്യാനുള്ളത്. ഇപ്പം അയാൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഫിനാൻഷ്യൽ അഡ്വൈസർ, നമ്മളെ പോലുള്ള ഒരു ഫിനാൻഷ്യൽ ഡിസ്ട്രിബ്യൂട്ടറിനെ സമീപിക്കാം, അയാൾക്ക് ബാങ്കിനെ സമീപിക്കാം, അല്ലെങ്കിൽ അയാൾക്ക് തന്നെ ഡയറക്റ്റായിട്ട് കയറിയിട്ട് ഓരോരോ കമ്പനികളിൽ കയറിയിട്ട് നോക്കിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇതിന് 2 ടൈപ്പ് ഞാൻ പറഞ്ഞില്ലേ, മാർക്കറ്റിൽ പല ടൈപ്പ് കാറ്റഗറൈസേഷൻ ഉണ്ട്. ഈ ലാർജ് ക്യാപ്പ്, സ്മോൾ ക്യാപ്പ്, മിഡ് ക്യാപ്പ് അങ്ങനെയുള്ള കാറ്റഗറൈസേഷൻ ഉണ്ട്. ഇങ്ങനെയുള്ള കാറ്റഗറൈസേഷൻ അല്ലാതെ പിന്നെ സെക്ടറൽ ഫണ്ടുകൾ വേറെയുണ്ട്. അതായത് ബാങ്കിങ് സെക്ടറിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ടുകൾ, പിന്നെ ഇൻഫ്രാസ്ട്രക്ചർ സെക്ടറിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ടുകളുണ്ട്, പിന്നെ ഫാർമസ്യൂട്ടിക്കൽ സെക്ടറിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ടുകളുണ്ട്. അപ്പോൾ ഒരു ഫിനാൻഷ്യൽ പ്ലാനിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ ആ പുള്ളിക്കാരൻ്റെ ഒരു എക്സ്പീരിയൻസ് കൂടെ വെച്ചിട്ട് പുള്ളി പറയും ഇപ്പോൾ ഫിനാൻഷ്യൽ പ്രോഡക്ട്സ് ആയിരിക്കും കൂടുതൽ കയറി പോകുന്നത്, അല്ലെങ്കിൽ ഫാർമസ്യൂട്ടിക്കൽസ്. കോവിഡ് സമയത്തൊക്കെ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളായിരുന്നു, ഇപ്പോൾ വാർ സമയത്ത് ഡിഫൻസ് കമ്പനികളായിരിക്കും കയറി പോകുന്നത്. അപ്പോൾ ഡിഫൻസ് സെക്ടറിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യാം. പക്ഷേ നോർമലി ആസ് എ ലേമാൻ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഡൈവേഴ്സിഫൈ ചെയ്തിരിക്കുന്ന ഒരു സെക്ടറിൽ ഡൈവേഴ്സിഫൈഡ് ഇക്വിറ്റി ഫണ്ടുകളിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. നമ്മളൊരു സെക്ടറൽ ഫണ്ട് ചൂസ് ചെയ്യാം എപ്പോഴെന്ന് വെച്ചാൽ നമ്മൾ ഈ കാറ്റഗറി എല്ലാം ഫില്ല് ചെയ്ത് വന്ന് ഇനി അടുത്ത് നമുക്ക് വീണ്ടും കാശുണ്ട്, നമുക്ക് കുറച്ചുകൂടെ റിസ്ക് എടുക്കാൻ താല്പര്യമുണ്ട് എന്ന് പറയുമ്പോൾ നമുക്കൊരു സെക്ടറൽ ഫണ്ടിലോട്ടോ അല്ലെങ്കിൽ കുറച്ചുകൂടെ അഗ്രസീവ് ഫണ്ടിലോട്ടോ ചൂസ് ചെയ്യാം. അല്ലാതെ നമ്മളൊരു ഇൻവെസ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാളാണ്, അല്ലെങ്കിൽ നമ്മൾ കുറച്ച് കാശേ ഉള്ളൂ, നമ്മൾ ഗെയിനിങ് ചെയ്യുന്ന സമയമാണെന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ഡൈവേഴ്സിഫൈഡ് ഇക്വിറ്റി ഫണ്ട്, ഫ്ലെക്സി ക്യാപ്പ്, ഡൈവേഴ്സിഫൈഡ് ഇക്വിറ്റി ഫണ്ട് അങ്ങനെയുള്ള ഫണ്ടുകൾ ചൂസ് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ടു ബി സിമ്പിൾ, ഇപ്പോൾ എൻ്റെ കയ്യിൽ 5 ലക്ഷം രൂപയുണ്ട്. അപ്പം ഞാനിത് കൊണ്ടുവന്ന് ഒറ്റ സിംഗിൾ മാർക്കറ്റിലാണ് ഇടുന്നത്, അതോ ഞാൻ മൾട്ടിപ്പിൾ സെക്ടറിലേക്ക് സ്പ്ലിറ്റ് ചെയ്തിടുന്നതാണ് എപ്പോഴും സേഫ്? കാരണം ഈ പറഞ്ഞ ഒരു ഫ്ലക്ച്വേഷൻ്റെ കാര്യം പറഞ്ഞതാണ്, ഒന്ന് ഡൗൺ ആയാലും ഒന്ന് അപ്പാവും എന്ന് സ്വാഭാവികമായിട്ടുള്ള ഒരു ബേസിക് സയൻസ് ആണ്. അപ്പോൾ അവിടെ ഒരു സേഫ്റ്റി ഗെയിം ഉണ്ടോ? അവിടെയും സേഫ്റ്റി ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റും. കാരണം ഒരു 5 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ഒരു 5 ഫണ്ടായിട്ട് വേണമെങ്കിൽ ഇടാം. പക്ഷേ ഒരുപാട് ഫണ്ട് കൂട്ടിയാൽ നമുക്ക് തലവേദനയാണ്. എല്ലാ ഫണ്ടുകളും തമ്മിൽ വളരെ വളരെ ചെറിയ വ്യത്യാസമേ കാണത്തുള്ളൂ. പക്ഷേ എന്നാലും നമ്മുടെ ഒരു സേഫ് സൈഡിൽ എന്നുള്ളതിൽ ലാർജ് ക്യാപ്പ്, മിഡ് ക്യാപ്പ്, സ്മോൾ ക്യാപ്പ് എന്ന രീതിയിൽ 3 അസറ്റ് അലോക്കേഷൻ ആയിട്ട് തന്നെ. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നെ ഗോൾഡ് ഫണ്ടുകളുണ്ട്. ആ ഗോൾഡ് ഫണ്ടിലോട്ട് കുറച്ച് ഇൻവെസ്റ്റ്മെന്റ് പോകാം. മനസ്സിലായില്ല? അപ്പോൾ അങ്ങനെ 5 ലക്ഷം രൂപ നമുക്ക് സേഫായിട്ട് ഒരു 4-5 കാറ്റഗറിയിലായിട്ട് തന്നെ ഇൻവെസ്റ്റ് ചെയ്ത് പോകാൻ പറ്റും. ഓക്കെ. അതിനോടൊപ്പം തന്നെ ആഡ് ഓൺ ചെയ്ത് ചോദിക്കാനുള്ളത്, ഈ എമർജൻസി ഫണ്ട്, നമ്മൾ നേരത്തെ കണ്ടിജൻസി ഫണ്ട് എന്ന് പറഞ്ഞ പോലെ ഒരു എമർജൻസി ഫണ്ട് ഇല്ലാതെ നമ്മൾ ഈ മ്യൂച്വൽ ഫണ്ടിലേക്ക് ഇറങ്ങുന്നതിൽ എന്തെങ്കിലും റിസ്ക് ഉണ്ടോ? എമർജൻസി ഫണ്ടില്ലാതെ മ്യൂച്വൽ ഫണ്ട്സിലോട്ട് ഇറങ്ങുന്നതിൽ റിസ്ക് ഒന്നുമില്ല. പക്ഷേ ഇപ്പം നമുക്കൊരു എമർജൻസി ഉണ്ടായാൽ നമ്മൾ ഈ ലോങ് ടൈമിന് വേണ്ടിയിട്ട് ഇട്ടിരിക്കുന്ന സാധനം നമുക്ക് റിഡംഷൻ എടുക്കേണ്ടി വരും. അവിടെ ചിലപ്പോൾ എന്ന് വെച്ചാൽ എപ്പോഴും ലോസ് വരണമെന്നില്ല. ചിലപ്പോൾ നമ്മുടെ നല്ല കാലമാണെന്നുണ്ടെങ്കിൽ അത് പ്രോഫിറ്റിലായിരിക്കും നിൽക്കുന്നത്. പക്ഷേ നമുക്കറിയാം നമുക്ക് അടുത്ത മാസം അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത മാസമാണ് നമുക്ക് ഫണ്ട് വേണ്ടി വരുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്ലാൻ ചെയ്യാം. ചിലപ്പോൾ ഒരാഴ്ചയ്ക്കുള്ളിൽ ഒരു ദിവസം മാർക്കറ്റ് അപ്പാവും മാർക്കറ്റ് ഡൗൺ ആവും, നമുക്കത് പ്ലാൻ ചെയ്തൊക്കെ എടുക്കാം. പക്ഷേ പെട്ടെന്നൊരു എമർജൻസി വന്നു കഴിഞ്ഞ് നമുക്കിത് എടുക്കണമെന്ന് വിചാരിച്ചാൽ ചിലപ്പോൾ അത് ലോസിലേറ്റായിരിക്കും പോകുന്നത്. അതുകൊണ്ട് എമർജൻസി ഫണ്ട് നമുക്ക് ആവശ്യമാണ്. അതില്ലാതെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്തു ആരും ഒന്നും പറയത്തൊന്നുമില്ല. നമുക്ക് എങ്ങനെ വേണം ഇൻവെസ്റ്റ് ചെയ്യാം. ഓരോരുത്തരുടെ മെന്റാലിറ്റി അനുസരിച്ച് ഇൻവെസ്റ്റ് ചെയ്തു പോകാം. ഇൻ ടു ദി സോഷ്യൽ ഇൻട്രസ്റ്റ്, വളരെ ക്രിട്ടിക്കലായിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യത്തിലേക്കാണ് ഞാൻ വരുന്നത്. ഇപ്പം നമ്മളെല്ലാവരും റീൽസ് കാണുന്നവരാണ്. നമ്മൾ ഒരുപാട് സമയം എനിക്ക് തോന്നുന്നു ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള കണ്ടൻസ് കാണാൻ ഫോൺ
സമയം ചെലവഴിക്കുന്ന ആൾക്കാർ. അപ്പം ഇതിനിടയിൽ കണ്ടുവരുന്ന പല ആഡുകളുണ്ട്. അതായത് മാർക്കറ്റിൻ്റെ ഗ്രാഫ് ഇങ്ങനെ മുകളിലേക്ക് പോകുന്നു, നിങ്ങൾ പ്രസ് ചെയ്യുമ്പം നിങ്ങളുടെ ഫണ്ട് ഇവിടെ അപ്പം തന്നെ അക്കൗണ്ടിലേക്ക് വരുന്നു തുടങ്ങി നിരവധി, നിങ്ങൾ ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യുക, പിന്നെ ഫേമസ് ആയിട്ടുള്ള ആൾക്കാരുടെ ഫേസ് മാനിപ്പുലേറ്റ് ചെയ്ത് വരുന്ന കുറേ ആഡുകൾ, അങ്ങനെ കുറേ സംഭവങ്ങൾ നിലവിൽ മാർക്കറ്റിൽ വരുന്നു. അതിൻ്റെ പേരിൽ ചീറ്റ് ചെയ്യപ്പെടുന്ന എനിക്കൊന്ന് കോടിക്കണക്കിന് രൂപയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം അതിൽ നിന്നും എങ്ങനെ നമുക്ക് ഈ മേജറായിട്ടുള്ള അതിൻ്റെ ഒരു ഫ്രോഡിൽ നിന്ന് എങ്ങനെ നമുക്ക് സേഫ് ആക്കാം? ഒന്നാമത്തെ കാര്യം, എന്ത് അബ്നോർമൽ റിട്ടേൺസ് പ്രോമിസ് ചെയ്തോ ഫേക്കാണ്. അബ്നോർമൽ റിട്ടേൺസ് ഇൻ ദ സെൻസ് ഈവൻ 11% എബോ ആണ് ഒരാൾ പ്രോമിസ് ചെയ്യുന്നതെങ്കിൽ 2 പ്രാവശ്യം ചിന്തിക്കുക, അല്ലെങ്കിൽ 4 പ്രാവശ്യം ചിന്തിക്കുക അത് സത്യമാണോ അല്ലയോ എന്ന്. പിന്നെ ഇതുപോലെ ഫേക്ക് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. 25,000 ഇട്ടാൽ 75,000 രൂപ കിട്ടും എന്നൊക്കെ പറയാം. അതൊന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അത് സെൻട്രൽ ഗവൺമെൻറ് അതിൻ്റെ മെഷേഴ്സൊക്കെ എടുക്കുന്നുണ്ട്. പക്ഷേ അത് വരുന്നതാണ്. ഇപ്പോഴും പല ആൾക്കാരും എന്നെ വിളിച്ച് ചോദിക്കുന്നുണ്ട്, ഇത് സത്യമാണോ, ഞാൻ ഇട്ട ആൾക്കാരുണ്ട്, എനിക്കറിയാം. അപ്പോൾ ഇത് നോർമൽ കേസിൽ നമ്മൾക്ക് എന്താണോ അബ്നോർമൽ റിട്ടേൺ ഒരാൾ പ്രോമിസ് ചെയ്യുന്നു അത് ഫേക്കാണ്. അല്ലാതെ ഇപ്പോൾ 11% 12% എബോവ് നമുക്ക് കിട്ടുന്നു എന്ന് പറഞ്ഞ് നോർമലി ആൾക്കാരെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് അത് ചെയ്യുന്നത്. ഇതിപ്പോൾ കിട്ടിയിട്ടില്ല എന്നല്ല ഞാൻ പറയുന്നത്. ഇപ്പം നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് തന്നെ മ്യൂച്വൽ ഫണ്ട്സിൽ തന്നെ പല കമ്പനികളും 60%, 70%, 80% കിട്ടിയ കമ്പനികളുണ്ട്. പക്ഷേ എന്നും പറഞ്ഞ് നമുക്ക് ഇത് ഇപ്പോൾ കൊണ്ടിടൂ, നമുക്ക് 80% തരാം എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ അവിടെ ഇല്ല. അപ്പോൾ ഇതിൽ നോർമൽ കേസിൽ വരുന്നത് അബ്നോർമൽ റിട്ടേൺ പ്രോമിസ് ചെയ്യുന്ന എല്ലാം ഫേക്കാണ്. ഞാൻ പറഞ്ഞില്ലേ, ഞാനൊരു 20-25 വർഷമായിട്ട് ഈ ഫീൽഡിലുണ്ട്. ഇപ്പോൾ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് എന്ന് പറയുന്ന ഒരു മേഖലയുണ്ട്. ആ മേഖലയിൽ നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ ഇതുപോലെ അബ്നോർമൽ റിട്ടേൺസ് വരും. പക്ഷേ അതനുസരിച്ച് പ്ലാൻ ചെയ്ത് വർക്ക് ചെയ്യുന്ന ഒരാളെ കണ്ടുപിടിക്കുക എന്നുള്ളത് ശ്രമകരമായ കാര്യമാണ്. ഇത് ഇന്ത്യയിൽ അങ്ങനെ അത്രയും വിജയകരമായി ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻ ചെയ്യുന്ന ആരും ഞാൻ കണ്ടിട്ടുമില്ല. നോർമൽ കേസിൽ വരും ഒരു 9%, അതായത് ഹെഡ്ജ് ഫണ്ട് എന്ന് പറയും. ഹെഡ്ജ് ചെയ്യും ഓപ്ഷൻ മാർക്കറ്റിൽ, ഫ്യൂച്ചർ മാർക്കറ്റിൽ ഹെഡ്ജ് ചെയ്തിട്ട് 9% കിട്ടുന്ന ഫണ്ടുകൾ കുഴപ്പമില്ലാതെ പോകും. പക്ഷേ ഇപ്പോൾ 15%, 20%, 40% തരാമെന്നും പറഞ്ഞു വരുന്ന എല്ലാ വീഡിയോയും ഫേക്ക് ആയിരിക്കും. അതുപോലെ ഈ ഇൻവെസ്റ്റ്മെൻറ്റ് നോക്കുമ്പോൾ ഞാൻ ഈ ഇടയ്ക്ക് വായിച്ചൊരു ആർട്ടിക്കിളിൽ അത് ഹലാൽ ഷെയർസ് അങ്ങനത്തെ ഒരു സെക്ടർ കൂടിയുണ്ട്. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഇത് ഈ നോർമൽ ഷെയർസും ഈ ഹലാൽ ഷെയർസ് തമ്മിൽ ഡിഫറൻസ്? നിങ്ങൾ ചോദിച്ചത് വളരെ നല്ലൊരു ക്വസ്റ്റ്യനാണ്. പലർക്കും അറിഞ്ഞുകൂടാത്തൊരു ഏരിയയും അതാണ്. അതായത് നമ്മളിപ്പോൾ മുസ്ലിം സഹോദരന്മാർക്ക് അവർക്ക് ഈ ഇൻട്രസ്റ്റ് അവർക്ക് ഹറാമാണ്. പിന്നെ അതുമാതിരി തന്നെ ആൽക്കഹോൾ കമ്പനീസ് അവർക്ക് ഹറാമാണ്. അങ്ങനെയുള്ള കുറേ കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യാത്ത മ്യൂച്വൽ ഫണ്ട്സ് എന്ന് പറയും. അത് ശരിയ കംപ്ലൈൻറ്റ് വരുന്ന മ്യൂച്വൽ ഫണ്ട്സുകളാണ്. അങ്ങനെയുള്ള ഫണ്ടുകൾ ഇപ്പോൾ ടാറ്റയ്ക്കുണ്ട് എത്തിക്കൽ ഫണ്ട് എന്ന് പറയും. എത്തിക്കൽ ഫണ്ട്സ് അതെന്ന് വെച്ചാൽ അവരിങ്ങനെ ബാങ്കിങ് ഷെയറിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യത്തില്ല. പിന്നെ ആൽക്കഹോളിക് കമ്പനികൾ, നമ്മുടെ വിജയമല്യ അങ്ങനെയുള്ള കമ്പനികളിലൊന്നും ഇൻവെസ്റ്റ് ചെയ്യത്തില്ല. അങ്ങനെയുള്ള പ്യുവറായിട്ട് അവരുടെ ശരിയ കംപ്ലൈൻറ്റ്സ് എന്തൊക്കെയാണോ പറയുന്നത് അതനുസരിച്ച് പോകുന്ന ഫണ്ടുകൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അങ്ങനെയുള്ള ഫണ്ടുകൾ ഇൻവെസ്റ്റ്മെന്റ് ചില ആൾക്കാർ അത് മാത്രം ചോദിച്ചു വരുന്ന ആൾക്കാരും ഉണ്ട്. നല്ലൊരു ഓപ്ഷൻ. അപ്പം എൻ്റെ ചോദ്യം എന്ന് പറഞ്ഞാൽ കമ്പാരിറ്റീവ്ലി ഇതിന് പ്രോഫിറ്റ് കുറവാണോ? നോർമലി അല്ല. നോർമലി പ്രോഫിറ്റ് കുറയത്തൊന്നുമില്ല. ഡൈവേഴ്സിഫൈ ചെയ്ത് തന്നെയാണ് അവർ. ഇപ്പോൾ ഒരു കമ്പനിയിൽ മാത്രമല്ല മ്യൂച്വൽ ഫണ്ട്സ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ മ്യൂച്വൽ ഫണ്ടിൽ നമ്മൾ ഒരു 1 ലക്ഷം രൂപ കൊടുത്താൽ നമ്മൾ ആ 1 ലക്ഷം രൂപ കിടക്കുന്നതെന്ന് വെച്ചാൽ ചിലപ്പോൾ ഒരു 30 കമ്പനികൾ അല്ലെങ്കിൽ 40 കമ്പനികളിലായിരിക്കും നമ്മൾ ആ 1 ലക്ഷം രൂപ കിടക്കുന്നത്. അതായത് ഒരു 10% ഈ പറഞ്ഞ പോലെ ബാങ്കിങ് ഷെയറിലോട്ട്, ഒരു 10% ഫാർമസ്യൂട്ടിക്കൽസിലോട്ട്, ഒരു 10% ഇൻഫ്രാസ്ട്രക്ചറിലോട്ട്. പക്ഷേ ഈ ശരിയ ഫണ്ടുകളിൽ വരുമ്പോൾ ഈ ബാങ്കിങ് ഷെയർ കാണത്തില്ല. പിന്നെ ഇതുമാതിരി ഇൻഫ്രാസ്ട്രക്ചറും അവർ അലൗഡ് ആയിട്ടുള്ള കമ്പനികളിൽ മാത്രമേ കാണത്തുള്ളൂ. ഇപ്പോൾ ഇന്ത്യൻ കമ്പനികളിൽ മിക്കവാറും എല്ലാം ഇഷ്ടംമാതിരി ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ശരിയായ കംപ്ലൈൻസ് അനുസരിച്ച് സ്റ്റോക്ക് പിക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇഷ്ടംമാതിരി ഉണ്ട്. അതുകൊണ്ട് റിട്ടേൺസ് കുറവാണ് എന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ ബാങ്കിങ് സെക്ടർ കയറിപ്പോയാൽ ചിലപ്പോൾ അവിടുത്തെ ആ ഒരു സെക്ടറിലെ റിട്ടേൺസ് ചിലപ്പോൾ കുറവായിരിക്കും. പക്ഷേ നോർമൽ കേസിൽ അങ്ങനെ റിട്ടേൺസ് കുറവാണെന്ന് പറയാൻ പറ്റില്ല. അതുപോലെ നമ്മളിപ്പോൾ ഈ ലോങ് ടേം പ്ലാൻസിനെ പറ്റി പറഞ്ഞു. അപ്പോൾ ഈ ചില പ്ലാനുകളുണ്ട്, ലൈക്ക് നമ്മൾ രാവിലെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് വൈകിട്ട് ക്ലോസ് ചെയ്യുന്ന പ്ലാൻസ് ഉണ്ട്. രാവിലെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് വൈകിട്ട് ക്ലോസ് ചെയ്യുന്ന പ്ലാൻസ് അല്ല. നോർമലി ഷെയർ ട്രേഡിങ്ങിൽ ഡേ ട്രേഡിംഗ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതായത് നമ്മൾ അതിനെപ്പറ്റി പറയാണെന്നുണ്ടെങ്കിൽ ഒരു വലിയ ക്ലാസ്സാണ് എടുക്കാനുള്ളത്. മനസ്സിലായില്ലേ? നോർമലി എൻ്റെ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് എല്ലാം ഞാൻ പറയാനുള്ളത്, നമ്മൾ ഷെയർ ഷെയർ വാങ്ങിക്കാൻ ഡിമാറ്റ് അക്കൗണ്ടും ട്രേഡിംഗ് അക്കൗണ്ടും വേണം. മ്യൂച്വൽ ഫണ്ട്സിന് അങ്ങനെ ഒരു സംഭവം ഇല്ല. ഡിമാറ്റ് അക്കൗണ്ടും ട്രേഡിംഗ് അക്കൗണ്ടും വേണ്ട. അപ്പോൾ നമ്മൾ ഡിമാറ്റ് അക്കൗണ്ടും ട്രേഡിംഗ് അക്കൗണ്ടും ഒരാൾ എടുക്കുക. മ്യൂച്വൽ ഫണ്ട്സ് ഒക്കെ അയാൾക്കൊരു ആയി. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്ന രീതിയിൽ നമുക്ക് ഷെയർ മാർക്കറ്റിലോട്ട് എൻ്റർ ചെയ്യാം. നമുക്ക് ഡിമാറ്റ് അക്കൗണ്ടും ട്രേഡിംഗ് അക്കൗണ്ടും എടുക്കാം. പക്ഷേ ഡേ ട്രേഡിംഗ് ചെയ്യാൻ പോകരുത് എന്നാണ് ഞാൻ അഡ്വൈസ് ചെയ്യുന്നത്. വാങ്ങിക്കുകയോ ഹോൾഡ് ചെയ്യുക. ഡേ ട്രേഡിംഗ് എന്താണെന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ ഇപ്പോൾ 1 ലക്ഷം രൂപയുണ്ട്.
അപ്പോൾ ഞാനൊരു കമ്പനി സപ്പോസ് ജിയോജിത്ത്, ക്യാപ് സ്റ്റോക്ക് അങ്ങനെയുള്ള ഒരുപാട് കമ്പനികൾ ഇവിടെ അവൈലബിൾ ആണ്. ഏഞ്ചൽ ബ്രോക്കിംഗ്, ജിയോജിത്ത്, ക്യാപ് സ്റ്റോക്ക്, ഈവൻ HDFC ബാങ്ക്, ICICI ബാങ്ക്, എല്ലാവരും ഈ ട്രേഡിംഗ് പ്ലാറ്റ്ഫോം ഉണ്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ 1 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ഇവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്കൊരു 3 ലക്ഷം 4 ലക്ഷം രൂപയുടെ എക്സ്പോഷർ തരും. അത് എൻ്റെ 1 ലക്ഷം രൂപ ഉണ്ടെങ്കിലും എനിക്ക് 5 ലക്ഷം രൂപയ്ക്ക് വാങ്ങിക്കാം, മനസ്സിലായി? അങ്ങനെ ഒരു എക്സ്പോഷർ അവർ തരും. അപ്പോൾ ഇതിൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഈ ഫുൾ എക്സ്പോഷർ വെച്ച് വാങ്ങിക്കുന്നു. രാവിലെ റിലയൻസിൻ്റെ ഒരു ഷെയർ വാങ്ങിച്ചു. ഇന്ന് എൻ്റെ വിചാരം റിലയൻസ് ഇന്ന് വൈകുന്നേരം ആകുമ്പം കയറും എന്നുള്ളതാണ്. ഇത് വാങ്ങിക്കുന്ന പോലെ തന്നെ വിൽക്കുകയും ചെയ്യാം. അത് ചിലപ്പോൾ പറഞ്ഞില്ല, അത് കൺഫ്യൂഷൻ ആവും. അപ്പോൾ രാവിലെ ഞാൻ റിലയൻസിൻ്റെ ഒരു ഷെയർ 2000 രൂപയ്ക്ക് വാങ്ങിച്ചു, വൈകുന്നേരം അത് 2100 രൂപയായിട്ട് ഞാൻ വിറ്റു, മനസ്സിലായില്ലേ? എൻ്റെ കയ്യിൽ 5 ലക്ഷം, ഞാൻ 1 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ 5 ലക്ഷം രൂപയ്ക്ക് ഞാൻ വാങ്ങിച്ച് വിറ്റു. അപ്പോൾ അതിൻ്റെ ബാലൻസ് എന്താണോ പ്രോഫിറ്റ്, ആ പ്രോഫിറ്റ് നമുക്ക് ക്യാഷായിട്ട് നമുക്ക് അക്കൗണ്ടിൽ വരും. പക്ഷേ എപ്പോഴും ഇങ്ങനെ പ്രോഫിറ്റ് ആയിട്ട് വരണമെന്നില്ല. ഇപ്പം നമ്മളിന്ന് രാവിലെ വാങ്ങിക്കുമ്പോൾ വൈകുന്നേരം ഡൗൺ ആയിരിക്കാം. പക്ഷെ ഡൗൺ ആയാലും നമ്മൾ എന്ത് ചെയ്യണം? വാങ്ങിച്ചേ പറ്റൂ, ഒബ്ലിഗേഷനാണ്. അല്ലെങ്കിൽ നമുക്ക് ഈ 5 ലക്ഷം രൂപയും കൊടുത്ത് ഡെലിവറി എടുക്കണം, മനസ്സിലായില്ല? അവിടെയാണ് എല്ലാവർക്കും പറ്റുന്നത്. അത് നമ്മളിപ്പോൾ വൈകുന്നേരം രാവിലെ ഇപ്പം ഞാൻ വാങ്ങിച്ചു വിറ്റു എന്നല്ലേ പറഞ്ഞത്, അതുപോലെ തന്നെയാണ് എൻ്റെ കയ്യിലില്ല. എനിക്ക് വേണമെങ്കിൽ വിൽക്കാം. എനിക്കറിയാം വൈകുന്നേരം ഇത് പോകുമെന്ന് അറിയാം, വൈകുന്നേരം ഇത് താഴെ പോകുമെന്ന് അറിയാമെങ്കിൽ എനിക്ക് വിൽക്കാം. എൻ്റെ കയ്യിലില്ലാത്ത ഷെയർ അല്ല, വൈകുന്നേരം നമ്മളിത് വാങ്ങണം. വാങ്ങിയില്ലെങ്കിൽ എന്ന് വെച്ചാൽ ഇത് ഓപ്ഷന് പോയി ഒരു പെനാൽറ്റി ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും വലിയൊരു പെനാൽറ്റി ആയിട്ട് വരും. അതുകൊണ്ട് ഡേ ട്രേഡിംഗ് കഴിയുന്നതും ഒഴിവാക്കുക. അല്ലെങ്കിൽ നമുക്ക് അത്രയും കോൺഫിഡൻസ് ഉള്ള സാധനം നമുക്ക് ഹൈലി പെയ്ഡ് ടിപ്പൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് വാങ്ങിക്കുകയോ വിൽക്കുകയൊക്കെ ചെയ്യാം. പക്ഷേ നോർമൽ കേസ് ആസ് എ ലേമൻ നമ്മൾ ഡേ ട്രേഡിംഗ് കഴിയുന്നത് ഒഴിവാക്കുന്നതാണ് നല്ലത്. അപ്പം നമ്മൾ പറഞ്ഞു തീരാത്തൊരു കടലിൻ്റെ തീരത്തിങ്ങനെ നിൽക്കുകയാണ്. ഒരുപാട് ചോദ്യങ്ങൾ ഇനിയും പെൻഡിങ് ഉണ്ട്. പറഞ്ഞ് മനസ്സിലാക്കി തരാൻ തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം മ്യൂച്വൽ ഫണ്ട്സ് ആണെങ്കിലും ചിറ്റ്സ് ആണെങ്കിലും FD ആണെങ്കിലും ഇൻട്രാ മാർക്കറ്റൊക്കെ ആണെങ്കിലും ഒക്കെ എന്താണ് വളരെ സേഫായിട്ട് കളിക്കുന്ന സാധനം. അപ്പം നമുക്ക് നമ്മുടെ ഓഡിയൻസിന് കൊടുക്കാൻ പറ്റുന്നൊരു ഗുഡ് മെസ്സേജ് എന്താണ്? ഓഡിയൻസിന് കൊടുക്കാൻ വേണ്ട മെസ്സേജ് എന്ന് വെച്ചാൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ കമ്പൽസറി ആയിട്ട് തന്നെ കീപ്പ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. സേവിങ്സ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഒരു കമ്പൽസറി ആയിട്ട് കീപ്പ് ചെയ്യേണ്ട ഒരു അവശ്യ ഘടകമാണ് നമ്മുടെ മൈൻഡിൽ ആദ്യം കൊണ്ടുവരണം. എന്നാൽ മാത്രമേ നമുക്ക് ഇതിനകത്ത് രക്ഷപ്പെടാൻ പറ്റത്തുള്ളൂ. അതായത് ഇപ്പോൾ മ്യൂച്വൽ ഫണ്ട്സിൽ ഒരാൾക്ക് ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞില്ലേ, മ്യൂച്വൽ ഫണ്ട്സിൽ ഒരാൾക്ക് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ഡയറക്റ്റായിട്ട് കമ്പനികളിൽ പോയി അപ്രോച്ച് ചെയ്യാം, അല്ലെങ്കിൽ ഒരു മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടറെ ഏൽപ്പിക്കാം. അപ്പോൾ ഇതിനകത്തെല്ലാം കോസ്റ്റ് എന്ന് പറയുന്നത് വളരെ മിനിമലാണ്. ഇപ്പോൾ മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടറെ ഏൽപ്പിച്ചാൽ ചിലപ്പോൾ ഒരു 0.75 to 0.85 അല്ലെങ്കിൽ 1% കോസ്റ്റ് വരാമായിരിക്കും. ഡയറക്റ്റായിട്ട് പോയാൽ ചിലപ്പോൾ ഒരു 0.5% കോസ്റ്റ് വരാമായിരിക്കും. പക്ഷേ എങ്ങനെയൊക്കെ പോയാലും മ്യൂച്വൽ ഫണ്ട്സ് അല്ലെങ്കിൽ തേർഡ് പാർട്ടി ഫിനാൻഷ്യൽ പ്രോഡക്ട്സുകളിൽ ഇൻവെസ്റ്റ് ചെയ്ത് പോകണം എന്നുള്ളതാണ് എൻ്റെ ഒരു മെസ്സേജ് കൊടുക്കാനുള്ളത്. അത് തന്നെ നമുക്ക് നമ്മൾ അധികം ഗ്രീഡി ആവരുത്. പിന്നെ ഒന്നാമത്തെ വേണ്ടത് നമുക്ക് പേഷ്യൻസ്, ക്ഷമ വേണം. പതുക്കെ പയ്യെത്തുന്ന പനിയും തിന്നാമെന്നുള്ളൊരു ചൊല്ല് മാത്രമാണ് ഇവിടെ നമ്മൾ പറയുന്നത്. മ്യൂച്വൽ ഫണ്ട്സ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് എല്ലാം പറയുന്നതാണ്. നമ്മൾ ക്ഷമ വേണം, നമ്മളത് കീപ്പ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുക. SIP ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആണ് ഏറ്റവും നല്ല ഇൻവെസ്റ്റ്മെൻറ്റ്സ്. പിന്നെ അതിനോടൊപ്പം തന്നെ കണ്ടിജൻസി ഫണ്ട്, നമ്മുടെ ബാക്കിയുള്ള അവശ്യ ഘടകങ്ങളെല്ലാം നമ്മൾ കീപ്പ് ചെയ്ത് പോകാമെന്നുള്ളതാണ് ഒരു മെസ്സേജായിട്ട് പറയാനുണ്ടെങ്കിൽ അത്രയേ ഉള്ളൂ. താങ്ക് യു സോ മച്ച് സാർ. അപ്പോൾ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് ശ്രീ പ്രശാന്ത് കൃഷ്ണനാണ്. അദ്ദേഹം മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടറാണ്, അതുപോലെ ട്രിവാൻഡ്രം മ്യൂച്വൽ ഫണ്ട് അസോസിയേഷൻ്റെ സെക്രട്ടറി കൂടെയാണ്. അപ്പം നമുക്ക് ഒരുപാട് ഇൻഫർമേഷൻ നമുക്ക് കിട്ടി. അതുമാത്രമല്ല, ഇനി മറ്റൊരു എപ്പിസോഡിൽ വളരെ മനോഹരമായിട്ടുള്ള ഒരുപാട് ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളുമായിട്ട് നമ്മൾ വീണ്ടും എത്തും. അതുവരേക്കും ടേക്ക് കെയർ, ബൈ.